നിങ്ങൾക്ക് കടൽ കാണാൻ ഇഷ്ടമാണോ? അതും നല്ല മഴക്കാലത്ത്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന് കടൽ ഭയങ്കര ഇഷ്ടമാണ്. കടലിൽ കളിക്കാനും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടലിൽ പോകണം എന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. എന്നാൽ പിന്നെ മഴയെങ്കിൽ മഴ, കടലിൽ പോകാമെന്ന് ഞങ്ങളും വിചാരിച്ചു. മഴക്കാലം ആയതുകൊണ്ടാവാം കടൽ നല്ല രൗദ്രഭാവത്തിലായിരുന്നു. ആകാശം ഏത് കടലേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ. തിരമാല അടിച്ചു കയറുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടി തന്നെ തോന്നും. പെരുമഴ തോർന്ന നേരം കടലിൽ പോകുന്നത് ഞാനും ആദ്യമായിട്ടായിരുന്നു. കേട്ടോ, കടലിൻ്റെ ഇരമ്പല് കേട്ടോ? ഉണ്ണിക്കുട്ടനും ആലീസാൻ്റിക്കും മഴയും വെയിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. കടൽ കണ്ടാൽ പിന്നെ അവർ ഫുൾ ഫോമിലാണ്. രണ്ടുപേരുടെ കടലിലങ്ങ് കളിക്കാൻ തുടങ്ങി. ആർത്ത് തല്ലി വരുന്ന കടൽ കണ്ടു ആദ്യമൊക്കെ ഉണ്ണിക്കുട്ടന് പേടിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, മുട്ടോളം വെള്ളത്തിലിറങ്ങി കളിയാണ്. കണ്ണ് തെറ്റിയാൽ ഇപ്പം വെള്ളത്തിലോട്ട് ഓട്ടമാണ്. പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് വരുമ്പോൾ സൂക്ഷിക്കാതെയും പറ്റില്ല. ആദ്യം പേടിയാണെങ്കിൽ ഇപ്പം ഒരു ക്രേസായി തുടങ്ങി. പിടിച്ചില് വായും പോലെ കണ്ടില്ലേ കടലിലോട്ട് ഓടിപ്പോണത്. ആലീസാൻ്റെ പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു. ഉണ്ണിക്കുട്ടൻ കടലിൽ ഓടുന്നു. ആണ്ട മോണോച്ചി ഉണ്ണിക്കുട്ടനെ എടുത്തു പൊക്കി. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്നെ സഹായിക്കാൻ വന്നു കേട്ടോ കക്ഷി. പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കും ചാച്ചനും ആണെങ്കിൽ കടലിൽ കളിക്കുന്നതിലും ഇഷ്ടം കടൽ കാണാനാണ്. ഉണ്ണിക്കുട്ടനും മോനച്ചിക്കും ആണെങ്കിൽ കടലിൽ കളിക്കാനും. ഇതിനിടെ റീൽസ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള അഭിനയമൊക്കെ ഉണ്ണിക്കുട്ടൻ കസർത്തുന്നുമുണ്ട്. സായം സന്ധ്യയുടെ കടൽ ഭയങ്കര ഫേമസ് ആണല്ലോ. പക്ഷെ അതുപോലെ തന്നെ മഴ തോർന്ന് നിൽക്കുന്ന കടലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ദൂരെ മാറി നിന്ന് ഇവരുടെ കളി കാണാൻ നല്ല രസമായിരുന്നു. 6ഉം 60ഉം ഒരുപോലെ എന്നല്ലേ പറയണത്. ഉണ്ണിക്കുട്ടന് പറ്റിയ കോട്ട് തന്നെ. മഴ ചതിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ 2 പേർക്കും റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ ഉണ്ണിക്കുട്ടൻ്റെ യോഗം കൊണ്ട് മഴ കുറേ സമയം തന്നെ മാറി നിന്നിട്ടുണ്ടായി. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആകാശം മൂടിക്കെട്ടാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങുന്ന പോലുണ്ട്. മഴക്കാലം ആയതുകൊണ്ടാകാം ബീച്ചിൽ തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങളെ കൂടാതെ ഒരു 4-5 ഫാമിലി മാത്രമേ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായുള്ളൂ. അല്ല, മഴയത്തിപ്പം കടലിൽ തുള്ളാൻ ആർക്കാണല്ലോ ഇത്ര കിറുക്ക്. ആൻ്റെ ഉണ്ണിക്കുട്ടനും കടലിൽ കളി തുടർന്നുകൊണ്ടേയിരുന്നു. ഞാനും ചാച്ചനും ഭാവിയും ഭൂതവും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു സ്വസ്ഥമായിരുന്ന്. വണ്ടിക്കകത്ത് മുഴുവൻ മണലാകും, ഇനി കുളിച്ചിട്ട് എൻ്റെ വണ്ടിയിൽ കയറിയാൽ മതിയെന്ന് ചാച്ചനും. പിന്നെ ഇപ്പോൾ സാധാരണ ഉള്ള പോലെ കുറച്ച് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഏതായാലും ബീച്ചിലൊക്കെ വന്നതല്ലേ, കുറച്ചധികം ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോസിന് പോസ് ചെയ്യാനാണെങ്കിൽ 2 പേരും തമ്മിൽ മത്സരമായിരുന്നു. ഞങ്ങൾ ചേറായി ബീച്ചിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. പണ്ട് വന്നതിലും കടൽ നന്നായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചോ? കടലിൽ കളിക്കുന്നവർക്ക് മതിയാകുന്നില്ലല്ലോ. മഴ തുള്ളാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. വരുന്ന വഴി മാഞ്ഞാലി ബിരിയാണി മേടിക്കാനും ഞങ്ങൾ മറന്നില്ല. അപ്പോഴേ മഴയൊക്കെ അല്ലേ, ഒന്ന് ബീച്ചിലൊക്കെ പോയി കളിച്ചിട്ട് വന്നേ. അല്ല പിന്നെ